ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ badkhni എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചിക്കൻ്റെ റെസിപ്പി ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണമാണ് ഞാൻ ചിക്കൻ്റെ റെസിപ്പീസും അതേപോലെ നോൺ വെജ് റെസിപ്പീസും ഒന്നും ഇടാത്തത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. വളരെ ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് ഗ്രേവി ടൈപ്പിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ പറഞ്ഞു തരാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. മീഡിയം കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ഇതിൽ മസാലയ്ക്ക് ഒന്ന് പിടിക്കട്ടെ. അതിനുശേഷം ഞാനൊരു പാനിൽ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനിതൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇതേ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ബാക്കിയുള്ളതിലേക്കുള്ള മസാല കൂടി തയ്യാറാക്കുന്നത്. ഇതേ ഓയിൽ എടുക്കുമ്പോൾ ആ ഒരു ചിക്കൻ്റെ പ്രത്യേകം ഫ്ലേവർ അതിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ, അത് കാരണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2 മീഡിയം സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. കുറച്ച് നന്നായിട്ട് ലൂസായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും 1/2 ടീസ്പൂണ് വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും എനിക്ക് ഇത്ത പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ഇത്ത കുക്കിങ്ങിലൊക്കെ വളരെ എക്സ്പേർട്ടാണ്. അപ്പം ഇത്തയാണ് ശരിക്കും എന്നെ കുക്കിംഗ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്തയും ഉമ്മയൊക്കെയാണ് കുക്കിംഗ് പഠിപ്പിച്ചിട്ടുള്ളത്. അവരാണ് ഒത്തിരി റെസിപ്പീസൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നീട് ഞാനത് നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് ചിലതിൽ അതേപോലെ തന്നെ ചെയ്യാറാണ് പതിവ്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതേപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണ് സോയാ സോസാണ്. അത് ഞാൻ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സോയ സോസിനകത്ത് തന്നെ ഉപ്പുള്ളത് കാരണം ഞാനിതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മേത്തി ലീവ്സാണ്. നമ്മുടെ ഉലുവയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലൊന്ന് വെച്ചിട്ട് ഞെരടിയതിന് ശേഷം ഒരു 2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ചേർക്കണ്ട. ഇതിൻ്റെ ഒരു ഫ്ലേവർ ആണ് ഇതിന് ശരിക്കും പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ മധുരമുള്ളതാണ് കേട്ടോ. അത് കാരണം ഞാൻ 2 സ്പൂണ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് മധുരം ഇതിനകത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഉണക്കമുളക് ഒരു 1/2 കപ്പ് ഉണക്കമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഞാൻ പാനിൽ വെച്ച് ചൂടാക്കിയതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കശ്മീരി ചില്ലിയാണ് കേട്ടോ. അത് വളരെ എരിവൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഓരോ മുളക് എടുക്കുമ്പോഴും അത് സൂക്ഷിച്ചിട്ട് അതിനകത്ത് ഇട്ടാൽ മതി. ഇതിലേക്ക് ഞാൻ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിന് പുറമെ കുറച്ച് ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ക്രഷ് ചെയ്തതില്ല എന്നുണ്ടെങ്കിൽ പൊടിച്ചതായാലും മതി. ക്രഷ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതേപോലെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എരിവൊക്കെ കുറവായത് കാരണം ഞാൻ കുറച്ചുകൂടെ ഇതിനകത്ത് ഉണക്കമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവനുസരിച്ച് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാനൊരു 4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ്.
അതിന് ശേഷം ഞാനത് തുറന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ അടച്ച് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ മല്ലിയില ചേർക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലുള്ള റെസിപ്പീസ് ഇതേപോലെ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.